ഹായ്. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ ബൈ നിഷ. ലൈഫ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കും? ലൈഫിൽ പ്രോബ്ലംസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് നമുക്കത് ഇല്ലാതാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലേഡീസിന് ഫസ്റ്റ് പ്രോബ്ലം വീട്ടിൽ എന്ത് ഫങ്ഷൻ കഴിഞ്ഞാലും നമുക്ക് ബാക്കി വരുന്നത് എന്താണ്? ഒരുപാട് ഡിഷ് ഒക്കെ വാഷ് ചെയ്യാനുണ്ടാവും. ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഈ ഡിഷ് വാഷിങ് ഭയങ്കര വലിയൊരു പ്രോബ്ലമാണ്. അതിനൊരു സൊല്യൂഷനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്, ഡിഷ് വാഷർ. ഞാനിപ്പോൾ 7 മന്തായി ഈ ബോഷ് ഡിഷ് വാഷർ വാങ്ങിയിട്ട്. ഇതിൽ എക്കോ, ഓട്ടോ, ഇൻറ്റൻസീവ് കടായി, എക്സ്പ്രസ്, പ്രീ റിൻസ്, ഫേവറേറ്റ്, ഇങ്ങനെ 6 മെത്തേഡ്സ് ഓഫ് ക്ലീനിങ് ആണ് ഉള്ളത്. ഇതിൽ 3 കണക്ഷൻസാണ് വേണ്ടത്. ഒന്ന് ഇലക്ട്രിക് കറണ്ടിൻ്റെ ടാപ്പിൻ്റെ, പിന്നെ ഡ്രെയിൻ ആയി പോകുന്ന വാട്ടറിൻ്റെ. അപ്പം ടാപ്പിൽ നിന്ന് ഡിഷ് വാഷറിലേക്കും, ഡിഷ് വാഷറിൽ നിന്ന് ഡ്രെയിനേജ് ഹോളിലേക്കും, ടാങ്കിലേക്കുള്ള ഒരു ഹോളിലേക്കും നമുക്ക് കണക്ട് ചെയ്യണം. അതിൽ കാണുന്നത് അപ്പർ റാക്ക്, അത് അഡ്ജസ്റ്റബിൾ ആണ്. ചെറുതായിട്ട് താഴത്തേക്ക് വേണമെങ്കിലും താത്തുമൊക്കെ ചെയ്യാം. പിന്നെ താഴത്ത് നല്ല കനമുള്ള പാത്രങ്ങളൊക്കെ, ഹെവി പാത്രങ്ങളൊക്കെ വെക്കാനുള്ളതാണ് താഴത്തെ റാക്ക്. ഈ കാണുന്നതാണ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ ഇടയ്ക്കൊന്നെടുത്ത് ക്ലീൻ ചെയ്യണത് നല്ലതാണ്. ഇതിൽ ഫുഡ് പാർട്ടിക്കിൾസ് തങ്ങി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് ഇടയ്ക്കൊന്നെടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് റിമൂവ് ചെയ്തെടുത്തിട്ട് ഈ മേലെ ഉള്ള ഭാഗം, നടുവിലുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്താൽ ആ നെറ്റ് ഇങ്ങോട്ട്, റൗണ്ടായിട്ടുള്ള നെറ്റ് താഴത്തേക്ക് ഇറങ്ങിപ്പോരും. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ടൂത്ത് ബ്രഷൊക്കെ വെച്ച് നന്നായിട്ട്, ചെറിയ ഹോൾസ് ആയതുകൊണ്ട് ടൂത്ത് ബ്രഷ് വെച്ച് സോപ്പിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ടുണ്ടാവും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് അത് വെച്ച് കൊടുക്കാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ ഫിൽറ്റർ ഇട്ടിട്ട് ക്ലോക്ക് വൈസിൽ ഒന്ന് തിരിക്കുകയാണെങ്കിൽ അത് നല്ലോണം ടൈറ്റ് ആവും. ആ എയറോ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ വരണം. അപ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. പിന്നെ ഉള്ളത് സാൾട്ട് ഇടുന്ന ഒരു പോർഷനാണ്. അതിൽ നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഡിഷ് വാഷറിലേക്കുള്ള സാൾട്ടാണ്, സാധാരണ കുക്കിംഗ് സോൾട്ട് അല്ല. അപ്പോൾ അത് ഹാർഡ് വാട്ടർ ഉള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അത് ആവശ്യമുള്ളത്. പ്ലേറ്റ്സ് താഴത്തെ റാക്കിലും മുകളിലെ റാക്കിൽ ചെറിയ പാത്രങ്ങളും ഗ്ലാസ്, കപ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ചെറിയതൊക്കെ മുകളിൽ വേണം വയ്ക്കുക. അധികം ഹീറ്റ് ഉണ്ടാവില്ല മുകളിലെ ഭാഗത്ത്. അപ്പം അധികം ഹീറ്റ് പറ്റാത്തതൊക്കെ മുകളിൽ വയ്ക്കാം. പിന്നെ നോക്കേണ്ടത് ഡിഷ് വാഷർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങളെ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. ഗ്ലാസിൻ്റെതൊക്കെ വെക്കാം, പക്ഷേ ഡിഷ് വാഷർ ഫ്രണ്ട്ലി ആയിരിക്കണം. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. സ്പൂണൊക്കെ വെക്കുമ്പം താഴത്തെ സ്പ്രെയറിൻ്റെ അവിടേക്ക് തട്ടി പോവാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം വെക്കാൻ. ഇതൊരു പ്രാവശ്യം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് തോന്നും. ഫസ്റ്റ് ടൈം കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നെ റെഡിയായി വരും. ഇപ്പോൾ ഞാൻ ഡിറ്റർജൻറ്റിൻ്റെ ടാബ്ലറ്റാണ് ഇട്ടിട്ടുള്ളത്. അത് ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ടൈറ്റ് ആവും. തൊട്ടടുത്തുള്ളത് റിൻസൈഡ് ഒഴിക്കാനുള്ള പോർഷനാണ്. ഇതാണ് റിൻസൈഡ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു പാത്രം പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ഡിഷ് വാഷർ ശരിക്കും വർക്ക് ചെയ്യില്ല, സ്റ്റാർട്ടാവില്ല. കാരണം അതിൽ ഡോറിൽ സെൻസറുണ്ട്. സെൻസർ അത് ഡിറ്റക്റ്റ് ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ടത് സ്പ്രേ ആമിൻ്റെ കാര്യമാണ്. എപ്പോഴും ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് അടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് സ്പ്രേ ആം ഉണ്ട്, ഒന്ന് മുകളിലും താഴത്തും. അപ്പോൾ അത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എന്തായാലും നോക്കണം. അതാണ് വാട്ടർ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യുന്ന പവർ കൊണ്ടാണ് നമ്മുടെ യൂട്ടൻസിൽസ് എല്ലാം ക്ലീനായി വരുന്നത്. അപ്പോൾ ഹോട്ട് വാഷാണ് അധികം. ആ ഹോട്ട് വാഷ് കൊണ്ടാണ് നല്ല ക്ലിയറായിട്ട് വരുന്നത് പാത്രങ്ങളൊക്കെ. ഇതിൽ ടൈമറിൻ്റെ സെറ്റിംഗ് ഉണ്ട്. നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് വാഷ് ചെയ്യേണ്ടത് വെച്ചാൽ അത് കറക്റ്റായിട്ട് വരും. അപ്പം റൈറ്റ് സൈഡിലാണ് ടൈമറിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. അതിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ സെൻസറാണ് കാണുന്നത്. ഇതാണ് സെൻസർ. അത് നമ്മൾ വാഷിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യത്തിന് തുറക്കുകയാണെങ്കിൽ ഈ സെൻസർ അത് സിസ്റ്റം ഓഫ് ആക്കിയിടും.
അപ്പോൾ ആ സ്പ്രേ അവിടെ നിൽക്കും. അപ്പം എന്തെങ്കിലും ഒരു പാത്രം നമുക്ക് അതിൻ്റെ ഇടയിൽ ആവശ്യം വന്നെങ്കിൽ നമുക്ക് അങ്ങനെ മെല്ലെ സ്ലോ ആയിട്ട് തുറന്നിട്ട് എടുക്കുകയും ചെയ്യും. 16 പ്ലേസുള്ള ഡിഷ് വാഷറൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ തൊട്ട് ചെറുതാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു വാഷിൽ നമുക്കത് കഴിയില്ല, ഒരു വാഷിങ് കഴിയില്ല. അപ്പോൾ നമുക്ക് ഓരോ ലൊക്കേഷനനുസരിച്ച് 1 2 3 പ്രാവശ്യം കഴുകിയെടുക്കണം. നല്ല ഹോട്ടായിട്ടുള്ള പ്ലേറ്റ്സാണ് നമ്മൾ തുറക്കുമ്പോൾ കിട്ടുന്നത്. നല്ല